ഇപ്പം നമ്മുടെ കേരളത്തിൽ RSSൻ്റെ പ്രമുഖ നേതാവ് മോഹൻ ഭാഗവത് വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം പങ്കെടുത്ത RSS പരിപാടി, ആ പരിപാടിയിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ പോവുകയുണ്ടായി, അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇത് അത്യന്തം ഗൗരവത്തോടെ മതേതര കേരളം കാണുന്നൊരു കാര്യമാണ്. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ ചർച്ചകളാണ് നടക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് കേരള, MG, മലയാളം സർവകലാശാല VC-മാർ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പിടിമുറുക്കാൻ RSS ശ്രമിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണിത്. ഇതിനെതിരായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ UDF കക്ഷികളോ കോൺഗ്രസോ ലീഗോ മറ്റു കക്ഷികളോ ആരും പ്രതികരിച്ചതായി കാണുന്നില്ല. UDF നേതൃത്വവും സംസ്ഥാന ഭരണ നേതൃത്വവും BJP-യെയും സംഘപരിവാറിനെയും എന്തുകൊണ്ടാണ് എതിർക്കാൻ ശങ്കിച്ചു നിൽക്കുന്നത്? അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു മാസം തികഞ്ഞില്ല, തുടക്കത്തിൽ തന്നെ സംഘപരിവാറിന് കീഴടങ്ങുന്ന സമീപനമാണോ ഉണ്ടാക്കുന്നത്? ഇതെല്ലാം കേരളത്തിലെ മതേതര വിശ്വാസികളിൽ കടുത്ത ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്.